കൂടുതൽ കിഴിവ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സംഭരണം മുടങ്ങിയ കോട്ടയത്തെ പാടശേഖരങ്ങളിലെ ഏറ്റെടുക്കൽ പുനരാരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട്. കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വിളിച്ചേർത്ത യോഗത്തിലാണ് തീരുമാനം. മില്ലുടമകളുമായുള്ള തർക്കത്തെ തുടർന്ന് നെല്ല് സംഭരണം പ്രതിസന്ധിയിലായതിനെ തുടർന്ന് ഇന്നലെ പാടി ഓഫീസറെ ഉപരോധിച്ചിരുന്നു. ഷിനോജ് ST നൽകും വിവരങ്ങൾ. ഷിനോജ്, അങ്ങനെ കർഷകരുടെ ആവലാതിക്ക് പരിഹാരമാവുകയാണോ ഷിനോജ്? പ്രതീക്ഷ തീർച്ചയായും കർഷകരുടെ, പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ നെൽകർഷകരുടെ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ ഈ പരിഹാരമാകുന്നത്. ഏകദേശം 20,000 ക്വിന്റൽ നെല്ലാണ് കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മാത്രം ഇത്തരത്തിൽ സംഭരിക്കാതെ കെട്ടിക്കിടന്നത്. പ്രത്യേകിച്ച് മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതൊരു പരമ്പരയായി തന്നെ നമ്മൾ അധികാരികളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പാഡി ഓഫീസറെ ഉപരോധിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഇത് ചർച്ചയാകുകയും വിഷയമാകുകയും പ്രതിസന്ധിയിലേക്ക് തന്നെ പാഡി ഓഫീസറും അതുപോലെ തന്നെ കൃഷി വകുപ്പും ഒക്കെ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർഷകർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത്തരത്തിലൊരു നിർണായകമായ തീരുമാനം, കർഷകർക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് നിലവിലെ കരാർ വ്യവസ്ഥകൾക്ക് അനുസരിച്ചായിരിക്കും ഇത്തരത്തിൽ ഈ സംഭരണം നടക്കുക. ഒപ്പം വലിയ വാഹനം എത്തുന്ന ഇടത്ത്